ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിരവധി ആളുകൾക്ക് പ്രോഡക്ട്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ഉപയോഗിച്ചിട്ടും വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്ന സാഹചര്യത്തിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും ഒരു ടൈം കഴിയുമ്പോൾ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ബെറ്റർ ആയിട്ട് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ആ വീഡിയോയിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കൂടാതെ ബെറ്റർ ആയിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലുമായിട്ട് ഞാൻ കൊടുത്തിരിക്കാം. മുന്നേ ചെയ്ത വീഡിയോയും ഈ വീഡിയോയും കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമാണ് എങ്ങനെയാണ് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്ന ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉറക്കം എഴുന്നേൽക്കുന്നതിന് കൃത്യമായ സമയം പാലിക്കുക, ദിവസേന വർക്കൗട്ട് ചെയ്യുക, ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് കൃത്യസമയം പാലിക്കുക, ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ കഴിക്കേണ്ടത്ര അളവിലുള്ള കലോറി ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക, വാട്ടർ ഇൻടേക്ക്, ശരീരത്തിന് പ്രോപ്പറായുള്ള റെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റീചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസ് 1 വീക്ക് അതല്ലെങ്കിൽ 2 വീക്കായിട്ടും സ്റ്റക്ക് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഡയറ്റ് ഒന്ന് ഷഫിൾ ചെയ്യുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരേ കോമ്പിനേഷൻ ഫുഡ് കഴിക്കാതെ വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ ഫുഡുകൾ സെലക്ട് ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷൻ എടുക്കുന്ന ടൈമിങ്, എടുക്കുന്ന ക്വാണ്ടിറ്റി, ഈ കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് ഷഫിൾ ചെയ്യുക. ന്യൂട്രീഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഷഫിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് കോച്ച് പറഞ്ഞതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് ചെയ്യുക. നെക്സ്റ്റ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫോട്ടോസ് നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഫോട്ടോസ് നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ്സ് വേണമെങ്കിൽ കോച്ച് അത് ചെയ്തു തരുന്നതാണ്. ഇങ്ങനെ ഡീപ്പായിട്ട് കോച്ച് മോണിറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റക്കായി നിൽക്കുന്നതിനെ ഓവർകം ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ മൂലം മെഡിസിനോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടെങ്കിൽ അത് കോച്ചുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വെയിറ്റ് ലോസിന്റെ സമയത്ത് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു പേഴ്സണെ പോലെ വെയിറ്റ് ലോസ് നടക്കാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, എന്ത് മെഡിസിനാണ് എടുക്കുന്നത്, അതിൻ്റെ ടൈമിങ് കാര്യങ്ങളും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സമയത്ത് കോച്ച് നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷന് തകുന്ന രീതിയിലുള്ള ഡയറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഡീഷണൽ ന്യൂട്രീഷൻ ആഡ് ചെയ്യണമെങ്കിൽ അതും പ്രോപ്പറായിട്ട് കോച്ച് ഗൈഡൻസ് തരുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും കോച്ചുമായിട്ട് ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യങ്ങളോ മെഡിസിൻ കഴിക്കുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടെൻഷൻ ആൻഡ് സ്ട്രെസ്. ടെൻഷനും സ്ട്രെസ്സും നിങ്ങൾക്ക് അധികമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വെയിറ്റ് ലോസിനെ അത് ബാധിക്കുന്നതാണ്. ടെൻഷനും സ്ട്രെസ്സും വെച്ചുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ലോസ് പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാനുള്ള മെത്തേഡുകൾ നിങ്ങൾ കോച്ചിനോട് ചോദിക്കുക. കോച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്നത് 1 വീക്ക് അതല്ലെങ്കിൽ 2 വീക്കിന് മേളിലാണെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് മോണിറ്റർ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. വെയിറ്റ് ലോസ് എന്നത് പറഞ്ഞത് എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കത്തുള്ളൂ. ഡെയിലി നിങ്ങൾക്ക് വെയിറ്റ് കൂടണമെന്നുള്ള വാശി ഒരിക്കലും കാണിക്കരുത്. നിങ്ങളുടെ ശരീരത്തിലെ വെയിറ്റ്, ഫാറ്റ്, BMI മെഷർമെന്റ്സ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതിനാൽ തന്നെ ഒരാഴ്ചയ്ക്ക് മേളിൽ വേരിയേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഡീപ്പായിട്ടുള്ള മോണിറ്ററിലോട്ട് എൻ്റർ ആവുക. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട് ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക.